മലബാർ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മയുടെ രവീന്ദ്ര സംഗീതം സീസൺ 1 രവീന്ദ്ര സംഗീത സന്ധ്യ. തീർച്ചയായിട്ടും 2026 ഈ ഒരു സുന്ദരമായിട്ടുള്ള നിമിഷത്തിൽ ആദ്യം കഴിഞ്ഞ ദിനങ്ങളിൽ ഒരു രവീന്ദ്ര സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മത്സരം നമ്മുടെ വാട്സപ്പിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് പേര് അതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള സമ്മാനദാനമാണ് ആദ്യമായിട്ട് നടക്കുന്നത്. അതിനുശേഷം ഈ വേദിയിൽ മാഷിൻ്റെ മനോഹരമായിട്ടുള്ള നല്ല ഗാനങ്ങൾക്ക് കൂടുന്നുണ്ടെങ്കിലുള്ള ഒരു രവീന്ദ്ര സംഗീതം, പ്രത്യേകിച്ചും മാഷ പാട്ടുകൾ പാടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മതിയാവില്ല. അത്രയധികം പാട്ടുകൾ മാഷ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ രവീന്ദ്ര സംഗീതത്തിൻ്റെ ഈ ഒരു സീസൺ 1 ഇതിലൊരു മത്സരം സംഘടിപ്പിച്ചപ്പോൾ അതിൽ വിജയികൾക്കുള്ള ഒരു സമ്മാനദാന ചടങ്ങാണ് അടുത്തതായിട്ട് ഈ വേദിയിൽ ആദ്യം നടക്കാൻ പോകുന്നത്. അതിൽ ഞാൻ ഇതിൽ ഒരു 3 പ്രിയപ്പെട്ടവരെ ഞാൻ വേദിയിലേക്ക് ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. അതിനാദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്ന് പറയുന്നത്, നമുക്കറിയാം കലാഭവൻ എന്ന് പറയുന്ന ഒരു പേരൊക്കെ ഒരു പേരിനോടൊപ്പം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു കലാകാരൻ്റെയും ഏറ്റവും വലിയ അഹങ്കാരമാണ്, അതുപോലെ തന്നെ ആക്രാന്തമാണ്. ചുമ്മാ അങ്ങ് പേര് ചേർക്കാൻ പറ്റത്തില്ല കലാഭവൻ എന്നുള്ളത്. അങ്ങനെ കലാഭവൻ്റെ വേദികളിൽ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി വേദികളിലൂടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നമുക്ക് സമ്മാനമായി നൽകിയ ആ വലിയൊരു കലാകാരിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കലാകാരിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നല്ലൊരു കയ്യടി വേണം, ഉഷാറായിട്ട് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം. മറ്റാരുമല്ല, നാടൻ പാട്ടിൻ്റെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കുന്ന കലാഭവൻ ജോഷിയ. നിറഞ്ഞ കൈയോട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കലാഭവൻ ജോഷിയ. ഇതാരാണ്? ഒരുപാട് വർഷം ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്ത ഒരാളാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. നെക്സ്റ്റ് വൺ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഏതൊക്കെ ചാനൽ, അതായത് ടെക്നോളജികളൊന്നും വളർന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ചിത്ര ചേച്ചിയോട് ചോദിക്കുകയാണ്, ചിത്ര ചേച്ചി എത്ര വർഷമായി സംഗീത മേഖലയിൽ എന്ന് ചോദിച്ചാൽ ചിത്ര ചേച്ചി പറയും ഞാനൊരു 10-40 വർഷമായി എന്ന് പറഞ്ഞാൽ അത്രയില്ലെങ്കിലും ഏതാണ്ട് ഒരു 33 വർഷമായിട്ട് സംഗീത മേഖലയിൽ ഇദ്ദേഹം ഒരു വേദിയിൽ ഒരു കോംബോ ചെയ്യാത്ത ഗായകന്മാർ വളരെ കുറവാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഗായകന്മാരുടെ കൂടെയൊക്കെ വേദി പങ്കിട്ട ഇന്ത്യയിലും വിദേശത്തടക്കം ഒരുപാട് ചാനൽ പ്രോഗ്രാമിലൂടെയൊക്കെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാം. റാണി ചേച്ചി ഓടിവാ, റാണി ജോയ്പിറ്റ്, പേടിക്കണ്ട ഓടിവാ. നല്ലൊരു കൈയോടെ റാണി ചേച്ചി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇവരുടെയൊക്കെ എന്താണെന്നറിയോ, ദിവസം കഴിയുന്നൊരു സൗന്ദര്യം കൂടിക്കൂടി വരികയാണ് കേട്ടോ. ഇതെന്താ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, റാണി ചേച്ചി എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന്. നെക്സ്റ്റ് വൺ അടുത്തായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരുപാട് ചാനൽ പ്രോഗ്രാം, അതോടൊപ്പം തന്നെ നമുക്കറിയാം കാണികൾ എപ്പോഴും നമുക്ക് ഈ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായികയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഗായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഗായകനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വൺ ആൻഡ് ഓൺലി വിജേഷിനെ വിളിക്കും. വിജേഷ് അവിടെ ഭയങ്കര സംസാരത്തിലാണ്. വിജേഷ് തൊട്ടാ ഓടിവാ. വിജേഷിന് കൂടെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആളെ നമുക്ക് കേരളത്തിലൊന്നും കിട്ടത്തില്ല കേട്ടോ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഭാഗത്തൊക്കെയാണ് ഇദ്ദേഹം കൂടുതലായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വിജേഷ്. അടുത്തത് പ്രശാന്ത് ഏട്ടന് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് വരാമോ? ബുദ്ധിമുട്ടാണ്. ഇരിക്കാം. ഓക്കെ ശരി. അപ്പോൾ നമുക്ക് ഈ 3 പ്രിയപ്പെട്ടവരൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ രവീന്ദ്ര സംഗീതവുമായി ബന്ധപ്പെട്ട് മത്സരം നടത്തിയിട്ട് അതിൽ വിജയിച്ചവർക്കുള്ള സ്നേഹസമ്മാനം ഈ വേദിയിൽ വെച്ച് നൽകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമ്മാനദാന ചടങ്ങിലേക്ക് പോവാം. ഓക്കെ, റെഡി. ആദ്യമായിട്ട് ഒരുപാട് പേര് ഈ ഒരു രവീന്ദ്ര സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും അതിലൊരു ഓവറോൾ പെർഫോമർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിക്ക് അദ്ദേഹത്തിനെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം കോമഡി വേദികളിലൊക്കെ ഒരുപാട് സാന്നിധ്യം അറിയിച്ചൊരു വ്യക്തി, സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലൊക്കെ സാന്നിധ്യം അറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഒരു കലാകാരനുണ്ട്. ശശാങ്കൻ മയ്യനാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പ്രഗത്ഭനായിട്ടുള്ള ഒരുപാട് ഗായകരുടെ കൂടെ വേദി പങ്കിട്ട നമ്മുടെ പ്രിയപ്പെട്ട ശരത് മയ്യനാടാണ് ഇന്നത്തെ ഞങ്ങളുടെ രവീന്ദ്ര സംഗീതത്തിൻ്റെ ഓവറോൾ പെർഫോമർ. വളരെ നല്ലൊരു കൈയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ശരത്തേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആൾക്കുള്ള സമ്മാനം 3 പേരും ചേർന്നിട്ട് തന്നെ കൊടുത്തോളൂ അല്ലേ? 3 പേരും ചേർന്നിട്ട് തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു ഓവറോൾ പെർഫോമറാണ് ഇദ്ദേഹം. പേടിക്കണ്ട, നമ്മുടെ ഈ രവീന്ദ്ര സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓവറോൾ പെർഫോമർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശരത്തേട്ടനാണ്. ശരത്തേട്ടനുള്ള സ്നേഹ സമ്മാനം 3 പേരും ചേർന്നിട്ട് നൽകുകയാണ്. കയ്യടി വേണം.
സമ്മാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ രവീന്ദ്ര സംഗീതവുമായി ബന്ധപ്പെട്ട സീസൺ 1 മത്സരത്തിലെ 1ാം സമ്മാനം എന്ന് പറയുന്നത് ഗാഥശ്രീ ബന്തെടുക്ക. ഗാഥശ്രീ ഉണ്ടോ ഇവിടെ? യെസ്, നല്ലൊരു ഗൈഡോട് കൂടി വേദിയിലേക്ക് ഗാഥശ്രീയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആൾക്കുള്ള സ്നേഹോപഹാരം കൂടി 3 പേരും ചേർന്ന്, നമ്മളെ പ്രിയപ്പെട്ടവർ 3 പേരും ചേർന്നിട്ട് ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. രവീന്ദ്ര സംഗീതത്തിൻ്റെ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഗാഥശ്രീ ബന്തെടുക്ക. 3 പേരും പ്രിയപ്പെട്ട 3 താരങ്ങളാണ് ഗാഥശ്രീക്ക് ഒരു സ്നേഹോപഹാരം നൽകുന്നത്. രവീന്ദ്രൻ മാഷിൻ്റെ പേരിലുള്ള ഞങ്ങൾ നടത്തിയ ഒരു മത്സരത്തിലെ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഗാഥശ്രീ. ഒരു എക്സ്പീരിയൻസ് എന്തുണ്ട്, ഒരു സന്തോഷം എങ്ങനെയാണ് ഗാഥശ്രീ? ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ പരിപാടി നേരത്തെ തുടങ്ങുമോ എന്താവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പഠിച്ച് വരികയായിരുന്നു. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ മലബാർ ഗാനാഞ്ജലിനെ കുറിച്ചിട്ട് അറിയുന്നത് അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യം, ഇവിടെ സാറിനോടൊക്കെ പറയുന്ന കാര്യം, ഇത്രയധികം കലാകാരന്മാർ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുമാത്രമല്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയധികം ആൾക്കാരുണ്ട് എന്ന് പറയുന്നതും വളരെയധികം സന്തോഷം തോന്നുന്നു. ഇങ്ങനൊരു വേദിയിൽ പാടാൻ പറ്റിയതും. ഇതിപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഓവറോൾ പെർഫോമർ ആയിരുന്നു, ഇന്ന് 1ാം സ്ഥാനം കിട്ടുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച് മലബാർ. ഞാനിപ്പോൾ SSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഗാഥശ്രീ, താങ്ക് യു സോ മച്ച്. ഇനി സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് 2 പേർ ചേർന്നിട്ടാണ് 2ാം സമ്മാനം ഷെയർ ചെയ്യാൻ പോകുന്നത്. ദ നെയിം ഈസ് സുമിത്ര ആൻഡ് സൗമ്യ മധു. 2 പേരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹാപ്പിയാണ്, സന്തോഷം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് 3ാം സമ്മാനം എന്ന് പറയുന്നത് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ രവീന്ദ്ര സംഗീതവുമായി ബന്ധപ്പെട്ട് 3ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ശ്രുതി ആൻഡ് സീമ. 2 പേരും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുക. കൂട്ടായ്മയുടെ ഒരു സ്പെഷ്യൽ പ്രൈസ് കൂടെ ഞങ്ങളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പങ്കജം, ഗംഗാധരൻ ആൻഡ് ആരാധ്യ ഒന്ന് വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആരാധ്യ ആൻഡ് ഗംഗാധരൻ 2 പേരും വെൽക്കം സാർ. അപ്പോൾ ഇവർക്കുള്ള ഒരു സ്പെഷ്യൽ പ്രൈസാണ് ഈ വേദിയിൽ വെച്ച് നൽകുന്നത്. 2 പേരും ഒന്ന് വേദിയിൽ വന്നിട്ട് ഈ ഒരു സ്നേഹ സമ്മാനം നൽകേണ്ടതാണ് പ്ലീസ്. മലബാർ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മ രവീന്ദ്ര സംഗീത സന്ധ്യ 2026 ഒരു സ്പെഷ്യൽ പ്രൈസ് നമ്മുടെ സലാം തുരുത്തി, ജയന്തി മഹേഷ് ആൻഡ് മുനീറ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിൽ വന്നിട്ട് ഈ പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്.